Hello everybody, welcome to English speaking course. Hope you all are keeping safe and healthy. ഇന്ന് നമുക്ക് കുറച്ച് പുതിയ daily use English sentences പഠിക്കാം. Before that, a humble request. If you are new to my channel, please don't forget to subscribe. Please watch the full video and do repeat the sentences along with me. So let's get started. I never get a chance to relax these days. I never get a chance to relax these days. നമ്മൾ എപ്പോഴാണ് ഇത് പറയാ? Suppose we are going through a hectic schedule. ഭയങ്കര ബിസി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ ഈ ദിവസങ്ങൾ നമുക്ക് റിലാക്സ് ചെയ്യാനോ റെസ്റ്റ് ചെയ്യാനോ ഒന്നും സമയം കിട്ടാറില്ലെങ്കിൽ we can say this line. I never get a chance to relax these days. These days പറഞ്ഞാൽ ഈ അടുത്ത ദിവസങ്ങൾ എനിക്ക് റിലാക്സ് ചെയ്യാൻ സമയം കിട്ടാറില്ല. I am quite busy എന്നാണ് ഇതിൻ്റെ അർത്ഥം. Stop messing around and get ready for school. Stop messing around and get ready for school. എപ്പോഴാണ് നമ്മൾ ഇത് പറയാ? സപ്പോസ് കുട്ടികൾ അവിടെയും ഇവിടെയും തിരിഞ്ഞ് കളിക്കുന്നുണ്ട്. അപ്പോൾ തിരിഞ്ഞ് കളിക്കരുത്, സ്കൂളിലേക്ക് പോകാൻ റെഡിയാകൂ, അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെൻറ്റൻസ് യൂസ് ചെയ്യുക. സ്റ്റോപ്പ് മെസ്സിങ് അറൗണ്ട് എന്ന് പറഞ്ഞാൽ തിരിഞ്ഞ് കളിക്കൽ നിർത്തൂ. ആൻഡ് ഗെറ്റ് റെഡി ഫോർ സ്കൂൾ, സ്കൂളിലേക്ക് പോകാൻ റെഡിയാവൂ. സ്റ്റോപ്പ് മെസ്സിങ് അറൗണ്ട് ആൻഡ് ഗെറ്റ് റെഡി ഫോർ സ്കൂൾ. യു ആർ പ്രിറ്റി ലേറ്റ് ടുഡേ. യു ആർ പ്രിറ്റി ലേറ്റ് ടുഡേ. നീ ഇന്ന് വളരെ ലേറ്റാണ്. അത് ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് യു ആർ ലേറ്റ് ടുഡേ അല്ലെങ്കിൽ യു ആർ ലേറ്റ് അങ്ങനെ പറയേണ്ട പകരം അവിടെ പ്രിറ്റിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് സംസാരിക്കാം. യു ആർ പ്രിറ്റി ലേറ്റ് ടുഡേ. I got this at a fair price. I got this at a fair price. ചിലപ്പോൾ ചില പുതിയ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നാൽ നമ്മൾ പറയാറില്ലേ, ഇതെനിക്ക് നല്ല പൈസക്ക് കിട്ടി, നല്ല റേറ്റിൽ കിട്ടി. അത് നമുക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം, ഐ ഗോട്ട് ദിസ് അറ്റ് എ ഫെയർ പ്രൈസ്. ഫെയർ പ്രൈസ് എന്ന് പറഞ്ഞാൽ നല്ല റേറ്റ്. ഐ ഡു ദ ക്ലീനിങ് മൈസെൽഫ്. ഐ ഡു ദ ക്ലീനിങ് മൈസെൽഫ്. നമ്മൾ എപ്പോഴാണ് ഈ സെൻറ്റൻസ് പറയേണ്ടത്? സപ്പോസ് സംബഡി ആസ്കസ്, നിൻ്റെ വീട്ടിൽ മെയ്ഡ് ഉണ്ടോ, ജോലിക്കാരത്തി ഉണ്ടോ? അപ്പോൾ ഇല്ല, ഞാൻ തന്നെ സ്വയമാണ് ക്ലീനിങ് ചെയ്യുന്നത് പറയാൻ വേണ്ടിയിട്ട് വി ക്യാൻ സേ ദിസ് സെൻറ്റൻസ്. യു നീഡ് ടു ഗെറ്റ് പെർമിഷൻ ഫ്രം യുവർ ഫാദർ. യു നീഡ് ടു ഗെറ്റ് പെർമിഷൻ ഫ്രം യുവർ ഫാദർ. അച്ഛൻ്റെ അടുത്തുനിന്ന് ചോദിച്ചിട്ട് വേണം പെർമിഷൻ വാങ്ങാൻ. യു നീഡ് ടു ഗെറ്റ് പെർമിഷൻ ഫ്രം യുവർ ഫാദർ. ജസ്റ്റ് ടേക്ക് യുവർ ടൈം. ജസ്റ്റ് ടേക്ക് യുവർ ടൈം. ധൃതി കൂട്ടണ്ട, സമയം എടുത്ത് ചെയ്താൽ മതി, സമയം പോലെ ചെയ്താൽ മതി. നിങ്ങളെ സമയം എടുത്തോളൂ. അത് പറയാൻ വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് ദിസ് സെൻറ്റൻസ് ഇൻ ഇംഗ്ലീഷ്. ജസ്റ്റ് ടേക്ക് യുവർ ടൈം. ഐ വാസ് സോ ലക്കി. ഐ വാസ് സോ ലക്കി. ചിലപ്പോൾ എന്തെങ്കിലും നല്ലത് സംഭവിച്ചു പോയാൽ നമ്മൾ ക്വയറ്റ് ലക്കി ആയിരുന്നു നമുക്ക് തോന്നിയാറ്. വി ക്യാൻ സേ ദിസ് സെൻറ്റൻസ്, ഐ വാസ് സോ ലക്കി. ഐ വാസ് സോ ലക്കി ടു ഗെറ്റ് ദാറ്റ്. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ ലക്കി ആയിരുന്നു, അങ്ങനെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ പറയാം ഐ വാസ് സോ ലക്കി ടു മീറ്റ് ഹിം. അവനെ കണ്ടുമുട്ടിയതിൽ ഞാൻ ഭയങ്കര ലക്കിയാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഐ വാസ് സോ ലക്കി ടു ഗെറ്റ് ദ പ്രൈസ്. പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ ലക്കിയായിരുന്നു. ഐ വിൽ ബി ബാക്ക് ഷോർട്ട്ലി. ഞാൻ ഇപ്പോൾ തന്നെ തിരിച്ചു വരാം. ഐ വിൽ ബി ബാക്ക് ഷോർട്ട്ലി. I'll be back shortly. I have a headache. എനിക്ക് തലവേദനയുണ്ട് അല്ലെങ്കിൽ തലവേദനിക്കുന്നുണ്ട് പറയാൻ വേണ്ടിയിട്ട് we can say I have a headache. I have a headache. You are wasting my time. You are wasting my time. നീ എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യുകയാണ്. സപ്പോസ് നമ്മളോട് ആരെങ്കിലും തർക്കിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പറയാം, യു ആർ വേസ്റ്റിംഗ് മൈ ടൈം. ഹോൾഡ് ദിസ് ഫോർ മീ. ഹോൾഡ് ദിസ് ഫോർ മീ. എന്തെങ്കിലും സാധനം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അത് വേറെ ആളോട് ഒന്ന് പിടിക്കാൻ പറയാൻ നമുക്കിങ്ങനെ പറയാം, ഇത് നീ എനിക്ക് വേണ്ടിയിട്ട് പിടിക്കുമോ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് നേരം പിടിക്ക് എന്ന് പറയാൻ വി ക്യാൻ സേ ഹോൾഡ് ദിസ് ഫോർ മീ. സാധനം കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ പറയാം, ഹോൾഡ് ദിസ് ഫോർ മീ.
I'm feeling sleepy. I'm feeling sleepy. എനിക്ക് ഉറക്കം വരുന്നു. I'm feeling sleepy. സ്ലീപ്പിൻ്റെ പകരം നമുക്ക് വേണമെങ്കിൽ ഡ്രൗസി എന്നും പറയാം. I'm feeling drowsy. I'm feeling drowsy. That's very interesting. That's very interesting. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയ ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് പറയാം that's very interesting. I'm afraid I can't. I'm afraid I can't. നമ്മളെടുത്ത് എന്തെങ്കിലും കാര്യം ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് പറ്റത്തില്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ I can't do, I will not do, no. ഓക്കെ, അതിൻ്റെ പകരം നമുക്ക് വളരെ പൊലൈറ്റായിട്ട് മറുപടി പറയാം I am afraid I can't. എനിക്ക് ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷെ ചെയ്യാൻ പറ്റില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. I am afraid I can't. He is coming soon. He is coming soon. അവൻ വേഗം വരുന്നുണ്ട്. He is coming soon. വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വന്നു, നമ്മളോട് ചോദിക്കുന്നു ബ്രദർ എവിടെയാണ്? അപ്പോൾ നമ്മൾ പറയാറില്ലേ ബ്രദർ കുളിക്കോന്ന്. അവർ അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യുമ്പം ഇടയിൽ വന്നിട്ട് നമുക്ക് ഒരിക്കലും കൂടെ പറയാം He is coming soon. അവൻ വേഗം വരുന്നുണ്ട്. Don't forget. Don't forget. മറക്കരുത്. Don't forget. Talk to you later. Talk to you later. ഞാൻ നിങ്ങളോട് പിന്നീട് സംസാരിക്കാം, അല്ലെങ്കിൽ ഞാൻ നിന്നോട് പിന്നീട് സംസാരിക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ ഐ വിൽ ചേർത്തിട്ടില്ല. ഫാസ്റ്റിൽ പറയുമ്പം വളരെ കാഷ്വലായിട്ട് പറയുമ്പം നമുക്ക് ഐ ചേർക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് സീംസ് ടു ബി ദർ. ഐ ടോക്ക് ടു യു ലേറ്റർ എന്ന് പറയേണ്ട പകരം നമുക്ക് പറയാം ടോക്ക് ടു യു ലേറ്റർ, പിന്നീട് നിന്നോട് സംസാരിക്കാം. ഐ കാൺട്ട് വെയിറ്റ് എനി ലോങ്ങർ. I can't wait any longer. ഇനി എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല. I can't wait any longer. I can't wait any longer. Do me a favor. Do me a favor. എനിക്ക് ഒരു ഉപകാരം ചെയ്യൂ. Do me a favor. It's over there. It's over there. അതാ അവിടെയുണ്ട്. ഏതെങ്കിലും സാധനം നമുക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ നമ്മളെ കണ്ണെത്തേണ്ട ദൂരത്താണെങ്കിൽ നമുക്കത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഫിംഗർ കൊണ്ട് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് പറയാം അതാ അവിടെയുണ്ട്. ഇറ്റ്സ് ഓവർ ദർ. ഇറ്റ്സ് ഓവർ ദർ. ഐ അഗ്രി ടു ദാറ്റ്. ഐ അഗ്രി ടു ദാറ്റ്. ഞാൻ അതിനോട് യോജിക്കുന്നുണ്ട്. ഐ അഗ്രി ടു ദാറ്റ്. ജസ്റ്റ് വെയിറ്റ് ഫോർ മീ. Just wait for me. എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യൂ. Just wait for me. Can I get you anything? Can I get you anything? ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും എടുക്കട്ടെ? Can I get you anything? So hope this session was useful. വീഡിയോ വീണ്ടും കണ്ട് നിങ്ങൾ സെൻറ്റൻസസ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. Thanks for watching.